കുട്ടികളാണ്. അവർക്ക് പണത്തിന് പ്രശ്നമാണ്. ഇന്ന് പേപ്പറിൽ കണ്ടു KFC സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ വേണ്ടി 10 കോടി വരെ ലോൺ കൊടുക്കാൻ തയ്യാറാണ്. അത് ആ രീതിയിൽ റിസ്ക് എടുക്കാൻ കൂടി നമ്മൾ നമ്മുടെ കുട്ടികളെ പാകപ്പെടുത്തണം. അതിന് ഒരു കാരണമുണ്ട്. നമുക്കും ആ രീതിയിൽ ചിന്തിക്കാൻ പലപ്പോഴും സാധിച്ചു എന്ന് വരില്ല. നമ്മളും ആ ഒരു കൺവെൻഷണൽ രീതിയിൽ തന്നെ വന്ന് പഠിച്ച് അധ്യാപകരായവരാണ്. അപ്പൊ നമ്മുടെ ചിന്തകൾ പോലും പലപ്പോഴും അതിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടതാണ്. അതിനാണ് IEDC പോലെയുള്ള IEDCകളൊക്കെ തന്നെ ഇവിടെ ക്യാമ്പസിൽ വളരെയേറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് സ്വന്തമായി കുറേയേറെ കാര്യങ്ങൾ ചെയ്യാനും സ്വന്തം പ്രോജക്റ്റ് ചെയ്ത് അത് പക്ഷെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതൊരു സ്റ്റാർട്ടപ്പ് ആയിട്ട് വരുന്നതിന് പലപ്പോഴും നമ്മുടെ കുട്ടികൾ മുന്നോട്ട് വരുന്നില്ല. അതിന് ചിലപ്പോൾ ആ ഒരു ധൈര്യമില്ലാത്തതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിവില്ലാത്തത് കൊണ്ടല്ല, ധൈര്യം കുറവായതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതിനുള്ള ഒരു അവിടെയാണ് നമ്മുടെ ഒരു അധ്യാപകരുടെ ഒക്കെ ഒരു കഴിവ് നമ്മൾ തെളിയിക്കേണ്ടത്. കുട്ടികളെ ആ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് പുതിയ സ്റ്റാർട്ടപ്പുകൾ, അപ്പൊ സജി ഗോപിനാഥ് സാറൊക്കെ അതിന് ധാരാളം നേതൃത്വം കൊടുത്ത ആളാണ്. നമ്മളെ ഇന്ത്യയിൽ തന്നെ 1ാം സ്ഥാനത്ത് എത്തിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും നമുക്ക് സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പോളിടെക്നിക് മേഖലയിൽ നിന്ന് കുറവാണ്. ബാക്കിയുള്ള മേഖലയിൽ കുറച്ചുകൂടെ ധാരാളം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നമ്മുടെ കുട്ടികളെ ആ രീതിയിൽ ചിന്തിക്കാനും നമ്മുടെ ആ ഒരു വല്ലാത്തൊരു ചട്ടക്കൂടിൽ നിന്ന് കുട്ടികളെ ഒന്ന് പുതിയ മേഖല കണ്ടെത്താനും കുട്ടികൾക്ക് സഹായകരമാകുന്ന രീതിയിൽ നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. ആ മാറ്റത്തിന് തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള പ്രോഗ്രാം ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിന് ഞാൻ പെരിന്തൽമണ്ണ പോളിടെക്നിക്കിനെ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് വളരെ എമിനന്റ് ആയ ആൾക്കാർ നമ്മളോട് സംസാരിക്കാനുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന, നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന ഊർജം നാളെ തന്നെ നമ്മളത് പകർന്ന് മറ്റുള്ളവർക്ക് കൊടുക്കണം. എന്ത് എനർജി ആണെങ്കിലും അതിന് കുറച്ചു കാലം കഴിയുമ്പോൾ നമുക്ക് ആ കിട്ടുന്ന എനർജി കുറഞ്ഞു പോകും, നമ്മളിലുള്ള ആ എനർജി. അത് നമ്മുടെ ക്യാമ്പസുകളിൽ പോയി നമ്മൾ നമ്മുടെ കുട്ടികളോട്, നമ്മുടെ കൂടെയുള്ള അധ്യാപകരോടും ഒക്കെ തന്നെ ഈ സെഷൻ കഴിയുന്നതോടുകൂടി നിങ്ങൾ അവിടെ പോയിട്ടും അതുപോലെ ഈ ഒരു സെഷൻ സംഘടിപ്പിക്കാൻ, ഇതുപോലെയുള്ള ഇതിൽ നിന്നുള്ളൊരു മെസ്സേജ് നമ്മുടെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും കൊടുക്കാൻ നിങ്ങൾക്കും കഴിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏത് ട്രെയിനിങ് പ്രോഗ്രാം ആയാലും, ഇത് മാത്രമല്ല, ഏത് ട്രെയിനിങ് പ്രോഗ്രാം ആയാലും എപ്പോഴും നമ്മളെ ഒരു മാസ്റ്റർ ട്രെയിനർ ആക്കാൻ വേണ്ടിയിട്ടാണ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ തരുന്നത്. ഡിപ്പാർട്ട്മെന്റ് ആയാലും മറ്റ് ഏജൻസികളായാലും അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു അറിവ് നമ്മൾ പങ്കുവെക്കുമ്പോഴാണ് അതിന് ആ ട്രെയിനിങ് ഫലപ്രാപ്തിയിൽ എത്തി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇപ്പൊ അടുത്ത് നമ്മൾ മൂഡിൽ നമ്മൾ ട്രെയിനിങ് നടത്തി. 35ഓളം പോളിടെക്നിക്കുകളിൽ നമ്മൾ ഇക്കൊല്ലം മൂഡിൽ ഇപ്പൊ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള 10 പോളിടെക്നിക്കുകളിലും കൂടെ ഉടനെ തന്നെ അത് ആരംഭിക്കുന്നതാണ്. നമ്മളും ആ ലെറ്റ്സ് ഗോ ഡിജിറ്റലിന്റെ ഭാഗമാകാൻ പോവുകയാണ്, ഭാഗമായിട്ടുമുണ്ട്. പാലക്കാട് പോളിടെക്നിക് ഇതിൽ പോലെ വളരെയേറെ കാര്യങ്ങൾ ചെയ്ത ഒരു സ്ഥാപനമാണ്. അവിടെ നിന്നാണ് നമ്മൾക്ക് ഈ ട്രെയിനിങ് കൊടുക്കാനൊക്കെ സാധ്യത ഉണ്ടായത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പാർട്ടിസിപ്പൻസിൽ ആരെങ്കിലും ആ മൂഡിൽ ട്രെയിനിങ്ങിന്റെ ഭാഗമാകാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ആ സ്ഥാപനത്തിന് കൂടി ട്രെയിനിങ് നടത്താനുള്ള സൗകര്യം നമുക്ക് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ സ്ഥാപന മേധാവിയുമായി ബന്ധപ്പെട്ട് സിറ്ററിനെ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. ഇവിടെ നിന്ന് കിട്ടുന്ന ആ ഊർജം നമ്മുടെ കുട്ടികൾക്കും അധ്യാപകർക്കും അതുപോലെ രക്ഷിതാക്കളെയും ഇത് അറിയിക്കണം. ഈ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനൊക്കെയുള്ള കുട്ടികൾ ചിലപ്പോൾ വില്ലിങ് ആയിരിക്കും, പക്ഷെ വീട്ടിൽ നിന്ന് അതിനുള്ളൊരു സപ്പോർട്ട് ഉണ്ടാവില്ല. എന്തിനാണ് റിസ്ക് എടുക്കുന്നത് എന്നുള്ളൊരു തോന്നൽ നമ്മുടെ രക്ഷിതാക്കൾക്ക് ഉണ്ടാവും. അപ്പൊ രക്ഷിതാക്കളോടും കൂടി ആ കാര്യം നമ്മൾ സംസാരിക്കേണ്ടതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഈ ഒരാഴ്ചക്കാലം നിങ്ങളത് നന്നായിട്ട് ഉപയോഗിക്കുക. അത് നമുക്ക് പകർന്നു നൽകാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നന്ദി.
ഹലോ, ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, സജി ഗോപിനാഥ് സാറുടെ ഒരു അംബീഷനായിരുന്നു സാർ 2 വർഷം മുമ്പ് പോളിടെക്നിക്കിൽ നിന്ന് 50 നല്ല പ്രോജക്റ്റുകളും സ്റ്റാർട്ടപ്പുകളും ഉണ്ടാകണമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയത് ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ സാർ ഞങ്ങൾ ഉറപ്പ് തരികയാണ്, 50 പോളിടെക്നിക്കിലുള്ള അധ്യാപകർ ഇതിനകത്ത് ഏകദേശം 60ഓളം പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ഈ തന്നെ 50 പ്രോജക്റ്റുകൾ ഓരോ കോളേജുകളിൽ നിന്നും ഉണ്ടാകുമെന്നുള്ളൊരു ഉറപ്പ് കൂടെ ഈ ഒരു കോഴ്സ് കഴിയുമ്പോൾ ഞങ്ങളിൽ വളരെയധികം സംശയമില്ല. തീർച്ചയായിട്ടും 50 സ്റ്റാർട്ടപ്പുകൾ തന്നെ ഓരോ പോളിടെക്നിക്കിൽ നിന്നും ഉണ്ടാവാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കും. തീർച്ചയായിട്ടും അത് ഉണ്ടാവുമെന്നുള്ള ഉറപ്പ് കൂടെ തരികയാണ് സാർ. താങ്ക് യു. We are very delighted to have our chief guest, Dr. Saji Gopinath, Vice Chancellor, University of Digital Sciences, Kerala. May I request Dr. Saji Gopinath to inaugurate the session and address the gathering. Good morning. Over to you. Good morning. I hope I am audible. കേൾക്കാമല്ലോ? കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം സർ. Respected President of the function, Srimati Beena, the Senior Joint Director, Technical Education, Sri Tony, Joint Director, SITA, my good friend, Principal in charge of Perindalmanna Polytechnic, Sri Pradeep, other faculty members and participants of this FTP. വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം വളരെ റിലവൻ്റ് ആയിട്ടൊരു ടോപ്പിക്കിന് ഉള്ള ഒരു FTP ആണ് പെരിന്തൽമണ്ണ പോളിടെക്നിക്കും സിറ്ററും ഇന്ന് ഓർഗനൈസ് ചെയ്യുന്നത്. കാരണം പലപ്പോഴും നമുക്ക് അറിയാം, നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തങ്ങളായ പല സംരംഭങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു എക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിലാണ് നമ്മൾ പലപ്പോഴും ഒരുപക്ഷെ കുറച്ച് പിറകിൽ പോയിട്ടുള്ളത്. അങ്ങനെ ഒരു എക്കോ സിസ്റ്റം ഉണ്ടാക്കുക എന്നതിന് മറ്റു പല സംസ്ഥാനങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഇൻഡസ്ട്രി തന്നെ ലീഡ് ചെയ്ത് എക്കോ സിസ്റ്റങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഒരുപക്ഷെ വലിയ ഇൻഡസ്ട്രിയൽ ടൗണുകൾ ഇല്ല എന്നതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ളൊരു എക്കോ സിസ്റ്റം, ഒരു എന്റർപ്രണർഷിപ്പിന്റെ എക്കോ സിസ്റ്റത്തിലേക്ക് നമുക്ക് ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. മാഡം മീന പറഞ്ഞതുപോലെ നമ്മൾ പലപ്പോഴും ഒരു തൊഴിൽ അന്വേഷകരായി മാറുന്നതാണ് കൂടുതലും കാണുന്നത്. കേരളത്തിന്റെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ പോളിടെക്നിക്കിൽ നിന്ന് പാസ് ഔട്ട് ആയവരാണ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ITIകളിൽ നിന്നും പോളിടെക്നിക്കിൽ നിന്നും പോയവരാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഗൾഫ് രാജ്യങ്ങളിലും മറ്റു പല സ്ഥലങ്ങളിലും പോയി കേരളത്തിന് ഒരുപാട് വിദേശ നാണ്യങ്ങൾ നേടിത്തരികയും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ഒരു വലിയ പരിധി വരെ താങ്ങി നിർത്തിയത് അല്ലെങ്കിൽ കൊണ്ടുവന്നത് പോളിടെക്നിക്കിൽ നിന്നുള്ള പ്രൊഡക്ട്സ് ആണ്. അതിന്റെ അടുത്ത സ്റ്റേജിലായിരിക്കും നമുക്കിനി അടുത്ത ഒരു സ്റ്റേജിൽ എന്റർപ്രണർഷിപ്പിനെ കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പലപ്പോഴും നമ്മൾ ഓണ്ടർപ്രണർഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ കേരളം ഒരു ഓണ്ടർപ്രണറിയൽ അല്ല, അല്ലെങ്കിൽ കേരളത്തിലെ വ്യവസായങ്ങൾ സക്സസ്ഫുൾ ആവില്ല എന്ന ഒരു ധാരണ നമുക്ക് പൊതുവിലുണ്ട്. പക്ഷേ നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും അറിയാമായിരിക്കും, വ്യവസായങ്ങളോ അല്ലെങ്കിലോ ബിസിനസ് സംരംഭങ്ങളോ എടുക്കുകയാണെങ്കിൽ വേൾഡിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ബ്ലഡ് ബാഗ് മാനുഫാക്ചറർ, ബ്ലഡ് ഇൻഫ്യൂഷൻ മാനുഫാക്ചറർ തിരുവനന്തപുരത്തുള്ള തെർമോപെൻപോളാണ്. അടുത്ത കാലത്ത് കോൺട്രവേഴ്സിയിൽ വന്ന കിറ്റെക്സിനെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ ലോകത്തെ 3ാമത്തെ ഏറ്റവും ലാർജസ്റ്റ് ചൈൽഡ് ഇൻഫന്റ് വെയർ മാനുഫാക്ചറർ ആണ്. അതായത് നിങ്ങൾ യൂറോപ്പിൽ പോവുകയാണെങ്കിൽ 3 കുട്ടികളെ കാണുകയാണെങ്കിൽ ഒരു കുട്ടി കിറ്റെക്സിന്റെ ഡ്രസ് ആയിരിക്കും വെയർ ചെയ്യുക. അതേപോലെ തന്നെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡെന്റൽ ഇംപ്ലാന്റ് മാനുഫാക്ചറർ ഈസ് എ കമ്പനി ഇൻ കൂത്താട്ടുകുളം, ഡെന്റാ കെയർ. ഇങ്ങനെ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഈ ഉദാഹരണങ്ങളെല്ലാം നമുക്ക് പലപ്പോഴും ഇത് നമുക്ക് പുറത്ത് ഒരുപക്ഷെ വളരെ പോപ്പുലർ ആയിട്ട് പറയില്ല എങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു വളരെയധികം സ്ഥാപനങ്ങൾക്ക് ലോകോത്തര നിലവാരത്തിലേക്ക് വളരുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് വളരെ നമുക്ക് ശ്ലാഘനീയമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇവയെ പരിശോധിക്കുകയാണെങ്കിൽ ഇവയിലെല്ലാം ഒരു ടെക്നോളജിയുടെ എലിമെന്റ് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. എവിടെയെല്ലാം ടെക്നോളജികളും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇപ്പം സിൻഡെക്സിന്റെ കേസ് എടുക്കുകയാണ്. സിൻഡെക്സ് ആണ് ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും ലാർജസ്റ്റ്
ഒളി റെസിൻ മാനുഫാക്ചറർ, അതായത് സ്പൈസ് എക്സ്ട്രാക്ട് മാനുഫാക്ചറർ, ഇങ്ങനെയുള്ള കമ്പനികളെ എടുക്കുകയാണെങ്കിൽ ഇവരെല്ലാം സാങ്കേതിക വിദ്യ വളരെ ശക്തമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള സ്ഥാപനങ്ങളാണ്. അവിടെയാണ് നമുക്ക് സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് ഉള്ള ഒരു ഓപ്ഷൻ നമ്മുടെ മുമ്പിലുള്ളത്. ഇത് നേരത്തെയുള്ള കാലത്ത് മാഡം നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് വളരെ വാലിഡ് ആണ്. വളരെയധികം സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്സുകൾ ആവശ്യമുണ്ടായിരുന്നു നമുക്കൊരു സംരംഭം തുടങ്ങുവാൻ. കാരണം എന്റർപ്രൈസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് യു നീഡ് എ ലോട്ട് ഓഫ് മണി, ആൻഡ് അത് മാത്രമല്ല ഹയർ റിസ്ക് ഉണ്ട്, അവർ ഫെയിലുവർ ഉണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് പലപ്പോഴും നമുക്കൊരു സേഫ് ആയിട്ടുള്ള ജോബിലേക്ക് പോകുവാനുള്ള ഒരു ചാൻസ് ആണ്, അല്ലെങ്കിൽ നമുക്കൊരു ഒരു താല്പര്യമാണ് ഉണ്ടായിരുന്നത്. ഇത് മാറി എന്നുള്ളതാണ് ഇപ്പോൾ. ഇന്ന് നമ്മള് കൺവെൻഷണൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ലാൻഡ്, ലേബർ അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന കൺവെൻഷണൽ എന്ന് മാറിയിട്ട് ഇന്നോവേഷൻ, നോളജ്, നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന മേഖലയിലേക്ക് മാറി എന്നതാണ്. കാരണം വളരെയധികം സർക്കാരിന്റെയും മറ്റു സ്ഥാപനങ്ങളുടെയും സഹായത്തോടുകൂടി കുറേയേറെ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികൾ കേരളത്തിൽ ഇത് അവൈലബിൾ ആണ്. പ്രൊഫസർ പ്രദീപ് നേരത്തെ പറഞ്ഞതുപോലെ പാലക്കാട് പോളിടെക്നിക്കിലുള്ള ഈ ഫാബ് ലാബ് ഒരു ഉദാഹരണമാണ്. അതിന്റെ വളരെ വലിയൊരു നേച്ചർ ഓഫ് ഫാബ് ലാബ് കൊച്ചിയിൽ അവൈലബിൾ ആണ്. ഇപ്പൊ ഫാബ് ലാബുകൾ മാത്രമല്ല, ഇങ്ങനെ പല മേഖലകളുള്ള സ്ഥാപനങ്ങൾ, പശ്ചാത്തല സൗകര്യങ്ങളും നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആണ്. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, കഴിഞ്ഞ കൊല്ലം ഏകദേശം കുറച്ചു മുമ്പേ കാലത്ത് നമുക്ക് ഒരു കോവിഡ് വന്ന കാലത്ത് കേരളത്തിൽ പെട്ടെന്നുണ്ടായിരുന്ന ഒരു ഷോർട്ടേജ് ആണ് N95 മാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ N95 മാസ്ക് ഉണ്ടാക്കുന്ന ഒരൊറ്റ കമ്പനി പോലും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ സമയത്ത് നമുക്ക് വളരെ ഷോർട്ടേജ് ആയിരുന്നു. നമുക്ക് എങ്ങനെയാണ് കോവിഡ് വരുന്നത്, എങ്ങനെയാണ് കോവിഡ് ഷേപ്പ് ചെയ്യാൻ പോകുന്നതെന്നൊന്നും അറിയണ്ടായിരുന്നില്ല. അന്ന് സ്റ്റാർട്ടപ്പ് മിഷനും മേക്കർ വില്ലേജിന്റെ ഫെസിലിറ്റി ഉപയോഗിച്ച് കൊച്ചിയിൽ തന്നെയുള്ള ഒരു സ്റ്റാർട്ടപ്പുമായിട്ട് ലിങ്ക് ചെയ്ത് കേരളത്തിലെ ആദ്യത്തെ N95 മാസ്ക് നിർമ്മിക്കുന്ന ഒരു കമ്പനി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇന്ന് ആ കമ്പനി ഏകദേശം 3-4 രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. വളരെ വലിയൊരു ഒറ്റ കൊല്ലം കൊണ്ട് വളരെ വലുതായ ഒരു സംരംഭമാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സംരംഭകത്തെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ വളരെ മാറുകയാണ്. സംരംഭകത്വം എന്ന് പറയുന്നത് ഒരു തൊഴിൽ നൽകുന്ന ഒരു സ്ഥാപനം മാത്രമല്ല, മറിച്ച് വളരെയധികം വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, വളരെ പെട്ടെന്ന് നമുക്ക് വളരാൻ കഴിയുന്ന, റിസ്ക് കുറവുള്ള, കോമൺ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉപയോഗിക്കാൻ കഴിയുന്ന സ്ഥാപനമായിട്ട് മാറുന്നു എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റികളിലേക്ക് നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കുക, അല്ലെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവ് പകർന്നു കൊടുക്കുക. ഇങ്ങനെയുള്ള എക്കോസിസ്റ്റം നമ്മുടെ കോളേജുകളിൽ നിന്നും പോളിടെക്നിക്കുകളിൽ നിന്നും മറ്റുള്ള സിസ്റ്റത്തിൽ നിന്നുള്ള ഇൻഫ്രാസ്ട്രക്ചർ അവർക്ക് ഉപയോഗിക്കാനായിട്ട് തുറന്നു കൊടുക്കുക. ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സംരംഭകത്വ സംസ്ഥാനമായിട്ട് വളരുവാൻ കഴിയുന്നത്. ഈ FDP അതിന് നാന്ദിയാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, കുറച്ച് അടുത്ത ഒരു ലോങ്ങർ സെഷൻ ഉള്ളത് കൊണ്ട് ഞാൻ ആ സമയത്ത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡിജിറ്റൽ ടെക്നോളജിയുടെ മേഖലയിലുള്ള എന്റർപ്രണർഷിപ്പിനെ കുറിച്ച് പറയാം. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഈ ഒരാഴ്ച കാലം നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേയേറെ ഇൻസൈറ്റുകൾ പലരിൽ നിന്ന് കിട്ടുകയും അത് നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുകയും, പ്രൊഫസർ പ്രദീപ് പറഞ്ഞു 50 സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞു. 50 സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലമായിരുന്നു, 2 കൊല്ലം മുമ്പേ ആയിരുന്നു. അപ്പൊ ഇത്തവണ അത് കൂട്ടേണ്ട ആവശ്യമുണ്ട്. കാര്യം നമ്മൾ 2 കൊല്ലം, അടുത്ത 3 കൊല്ലം കൊണ്ട് നമ്മൾ 100 സ്റ്റാർട്ടപ്പെങ്കിലും ഉണ്ടാക്കുക എന്ന ഒരു ടാർഗറ്റിലേക്ക് നമ്മൾ എത്തേണ്ട ആവശ്യമുണ്ട്. പോളിടെക്നിക്കൽ മേഖലയിൽ നിന്ന് ശക്തരായ 100 സ്റ്റാർട്ടപ്പുകൾ അടുത്ത 3-4 കൊല്ലം കൊണ്ട് നമ്മൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആശംസിച്ചുകൊണ്ട് ഇത് ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു. താങ്ക് യു വെരി മച്ച്. തീർച്ചയായും സർ. Thank you, sir. Thank you, sir. We are truly honored by your presence. With much pleasure, I welcome Mr. Tony E.G., Joint Director, Twitter, for felicitation. Over to Tony, sir. Kelkamo. Hello, Kelkamo. Sir, you're audible. ബഹുമാനപ്പെട്ട സീനിയർ ജോയിന്റ് ഡയറക്ടർ ശ്രീമതി ബീന പി, പ്രിൻസിപ്പൽ ശ്രീ പ്രദീപ് എം, വൈസ് ചാൻസലർ ഓഫ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഡോക്ടർ സജി ഗോപിനാഥ്, HOD in ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ശ്രീ മോഹൻകുമാർ പി,
ശ്രീ സഞ്ജയ് വി, ലെക്ചറർ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ടവരെ, വ്യവസായ സംരംഭത്തിന് വളരെ അനുകൂലമായ പരിസ്ഥിതിയാണ് കേരളത്തിനുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇവിടെ വ്യവസായങ്ങൾ കുറവാണ്. എന്നാൽ വ്യവസായം തുടങ്ങാനുള്ള മാനവശേഷി നമുക്കുണ്ട്. കേരളത്തിലാകെ 100ഓളം പോളിടെക്നിക്കുകളും അതിലധികം എഞ്ചിനീയറിംഗ് കോളേജുകളും ഉണ്ട്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അത്യാവശ്യം വേണ്ടത് വ്യവസായം തുടങ്ങാനുള്ള പ്രചോദനവും ആത്മവിശ്വാസവുമാണ്. നമ്മുടെ ഗവൺമെന്റ് IEDCക്ക് വേണ്ടി വളരെയധികം തുക ചെലവഴിക്കുന്നുണ്ട്. ഈ FTP സംരംഭം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പ്രചോദനവും ആത്മവിശ്വാസവും ലഭിക്കുവാൻ ഉതകുന്ന തരത്തിലാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Let me welcome Mr. Prakashan, sir, HOD, Electronics Department, for felicitation. പ്രോഗ്രാമിന് അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനപ്പെട്ട സീനിയർ ജോയിന്റ് ഡയറക്ടർ ശ്രീമതി ബീന ടീച്ചർ, ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട സജി ഗോപിനാഥ് സാർ, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ പ്രദീപ് സാർ, മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന അധ്യാപകരെ, കാലിക പ്രശസ്തമായ ഒരു സബ്ജക്റ്റാണ് ഇന്നിവിടെ ഈ പ്രോഗ്രാമിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിന് നമ്മുടെ പ്രിൻസിപ്പളും സഞ്ജയ് സാറും വളരെ ഏറെ കുറച്ച് കാലങ്ങളായി സാർ ഇതിന് ഈ പ്രോഗ്രാം നടത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ ഈ പ്രോഗ്രാം നടത്താൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. സ്ഥാപനത്തിൻ്റെ എല്ലാ സപ്പോർട്ടും ഈ കാര്യങ്ങൾക്കുണ്ട്. ഇൻഡസ്ട്രി രീതിയിൽ സംരംഭകത്വം തുടങ്ങുന്നതിന് ഗവൺമെൻറ് ധാരാളം ഫണ്ടും നല്ല സഹകരണം നൽകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ സിലബസിൽ ഈ ഒരു സബ്ജക്റ്റ് ഉൾക്കൊള്ളിച്ചതുപോലും ഈ കുട്ടികൾക്കും അധ്യാപകർക്കും ഇത് കൂടുതൽ സഹായകരമാകുമെന്നും ഈ 6 ദിവസത്തെ പ്രോഗ്രാം എല്ലാവർക്കും, ഈ പാർട്ടിസിപ്പൻസിനും സ്റ്റുഡൻസിനും ഉപകാരപ്രദമാവുമെന്നും ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം വളരെ വിജയകരമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. Thank you, sir. Let me invite Mr. Mohan Kumar, sir, for felicitation. He is the HOD of Electrical Department. നമ്മുടെ ബഹുമാനപ്പെട്ട സീനിയർ ജോയിന്റ് ഡയറക്ടർ ശ്രീമതി ബീന മാഡം, ഡോക്ടർ സജി ഗോപിനാഥ്, ജോയിന്റ് ഡയറക്ടർ ടോണി EJ സാർ, പ്രിൻസിപ്പൽ പ്രദീപ് എം സാർ, ഇലക്ട്രോണിക്സ് HOD പ്രകാശൻ സാർ, മറ്റു വിശിഷ്ട വ്യക്തികൾ, പാർട്ടിസിപ്പൻസ്, ഈ ഒരാഴ്ച നമ്മൾ ഗവൺമെൻറ് പോളിടെക്നിക് പെരിന്തൽമണ്ണ നടത്തുന്ന ഫാക്കൽറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എല്ലാവർക്കും വളരെ പ്രയോജനപ്രദമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവരും ഈ കോഴ്സ് കഴിയുന്നവരെ എല്ലാം ഭംഗിയായിട്ട് അറ്റൻഡ് ചെയ്യുകയും അതിനുള്ള നിങ്ങൾക്കെല്ലാവർക്കും ജീവിതത്തിൽ ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. Thank you, sir. I would like to invite Mr. Sanjay, Lecturer, Electrical Department, to propose vote of thanks. Over to Sanjay. Good morning to everyone. It has been a wonderful beginning for our FTP. I consider it an honor to have this opportunity to thank you all. First of all, I extend my sincere gratitude to our Chief Guest, Dr. Saji Gopinath sir, Vice Chancellor of Digital University, who in spite of his busy schedule has joined here to enlighten us about entrepreneurship in digital world.
I thank you, sir, for your time. My sincere thanks to our distinguished guest, Beena Ma'am, Senior Joint Director, DTE, for making this event happen. A big thank you to Tony sir, Joint Director Sector, for his efforts towards this FDP. I would like to take this opportunity to express my deep regards to our principal Pradeep sir for being a constant motivator and guiding force for conducting this FDP. I'm grateful to all HODs for their guidance and support for this program. My deep sense of thanks and appreciation to all participants who have joined with us in the WebEx platform. I am deeply indebted to staff of Government Polytechnic College Perindalmanna for their wholehearted support and active participation. Thank you all for your pains you have taken. Once again, thank you all. Thank you. We are moving to our first session. I feel truly honored to introduce our speaker of the first session, Dr. Saji Gopinath. Currently, Kerala University of Digital Sciences, Innovations and Technology and its Vice Chancellor, Dr. Gopinath served IIM Kozhikode for 17 years as a professor, Dean Development and Dean Academics. He is a recipient of several national and international awards for his scholastic and professional achievements. Education Leadership Awards 2015, British Council Knowledge Partnership Fellowship 2012, London Business School Best Case Study Award 2009, B-School Affairs National Award for Best Operational Management Faculty 2010, ISTE National Award in 1997, National Award for the Best Integrated Agricultural Processing Project 2017 are some of them. Over to Saji Gopinath. He will be talking about the entrepreneurship in digital world. Over to Dr. Saji Gopinath. Good morning again, and sorry that we had to continue without a break. Unfortunately, I have to leave at 11 o'clock. Beena Madam inaugural session, as many of you may be knowing, that there's a large project in which digital universities working with education institutions. Let us go digital. But let's go digital in the program. I may have to leave at that particular point of time. But let's have a brief discussion about the entrepreneurship in the digital world while we are here. So basically, I thought I will speak on two or three things, and then leave it for discussions. So I speak for around 15-20 minutes, and then maybe we'll have discussions around that. So we know that the world is undergoing a major disruption. A lot of changes are happening around us. In the Namada Manasil Varana Perigal, Logate, Illa Valia company, the Perigal Namada Manasil, Namada Jivida Martimarcha company, whether it is WhatsApp, Facebook, Amazon, Google, Microsoft, all of them have started very, very small, extremely very small, and a very short period of time ago. Google case at 98 so 20 കൊല്ലം കൊണ്ട് ഒരു കമ്പനിക്ക് ലോകത്തെ തന്നെ ഏറ്റവും വലിയ കമ്പനിയായിട്ട് വളരുവാൻ കഴിഞ്ഞു എന്നതാണ് അതിന്റെ ഒരു ഉദാഹരണം. അതായത് it won't take years for new companies to become large. It's very short period of time. So what we call as a non-linear growth is happening in most of the organizations per se. നമ്മുടെ നാട്ടിലും ഇത് സംഭവിക്കുന്നുണ്ട്. We will give some examples. So digital world in digital world in the entrepreneurship in the ഏറ്റവും വലിയ വ്യത്യസ്തത എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെയുള്ള ഒരു ആക്സിലറേറ്റഡ് ഗ്രോത്ത് ആയിട്ടുള്ള എന്റർപ്രൈസുകൾ ഉണ്ടാക്കാൻ കഴിയുന്നു. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നമുക്ക് വളരെ വലിയ വികസനത്തിലേക്ക് എത്താൻ കഴിയുന്നു എന്നതാണ്. The second thing is we look at the path to entrepreneurship. How do we make it brick by brick in the college days itself? ഇന്ന് നമ്മൾ കാണുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന പല പ്രൊഡക്റ്റുകളും, പ്രത്യേകിച്ച് ഡിജിറ്റൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, ഇവയെല്ലാം ഉണ്ടായത് കോളേജുകളിൽ നിന്നാണ്. It was not large industrial estates which created
such enterprises. These are all created in small garages. നമ്മുടെ കോളേജുകൾ പോലെ മറ്റു രാജ്യത്തുള്ള കോളേജുകൾ. For example, we are using WebEx. There's a very common platform called Skype sometime back. വളരെ പോപ്പുലർ ആയിരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് സ്കൈപ്പ് ഉണ്ടായത്, അല്ലെങ്കിൽ സൂം, നമുക്ക് എല്ലാവർക്കും അറിയാം സൂം. ഇതെല്ലാം ഉണ്ടായത് കോളേജ് ക്യാമ്പസുകളിൽ നിന്നാണ്. So basically colleges are now becoming the sort of the hotbed for creation of new enterprises. അത് ഒരു വലിയ ചേഞ്ച് ആണ്. ഇത് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് we need to actually build the ecosystem. And the third, of course, is there is a external ecosystem which supports us. Many challenges of entrepreneurship in the past, where, say for example, when I pass out maybe 30 years back for my engineering, I didn't have an ecosystem to support me. എനിക്ക് അന്നൊരു എന്റർപ്രൈസ് തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എന്റെ കയ്യിൽ നിന്നുള്ള വിഭവങ്ങൾ കൊണ്ട് മാത്രമേ തുടങ്ങാൻ കഴിയുള്ളൂ. There is no external entity which is supporting. Maybe ലോൺസ് ഒക്കെ തരുന്ന ബാങ്കുകൾ ഉണ്ടാവും, അതിനപ്പുറം ഒരു എക്കോസിസ്റ്റം നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നില്ല. ഇന്ന് അതല്ല, ഇന്ന് അത് മാറിയിട്ട് ഒരു വലിയൊരു എക്കോസിസ്റ്റം നമ്മുടെ ചുറ്റുമുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മൊത്തത്തിലുണ്ട്. ഇപ്പോൾ പ്രൊഫസർ പ്രദീപ് പറഞ്ഞതുപോലെ ഇപ്പോൾ ഇൻക്യുബേറ്റേഴ്സ്, യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ പോളിടെക്നിക്കുകൾ തുടങ്ങാനുള്ള ഒരു അവസരമുണ്ട്. ഇൻക്ലൂസീവ് ഇൻക്യുബേഷൻ, ഇൻക്ലൂസീവ് TBI, ITBI എന്ന് പറഞ്ഞൊരു പുതിയ സ്കീം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ DST കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മേഖലകളിൽ നമുക്ക് ഇൻക്യുബേറ്റേഴ്സ് തുടങ്ങാം. ഇവർക്ക് വേണ്ടിയിട്ടുള്ള വളരെ ലോ കോസ്റ്റ് ആയിട്ടുള്ള ലോണുകൾ, ഗ്രാന്റുകൾ ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ ഒരു എക്കോസിസ്റ്റം നമ്മുടെ മുമ്പിലുണ്ട്. ഇത് ഇന്നത്തെയും പിന്നീടുള്ള സെഷൻസിൽ ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. So I will limit myself primarily to the first two points, and then I will open up for discussions. Now, നമ്മളൊരു ഡിജിറ്റൽ വേൾഡിനെ കുറിച്ച് പറയുമ്പോൾ naturally, before we get into entrepreneurship, we should understand how this digital world is different. ഒരു ഇൻഡസ്ട്രിയൽ വേൾഡിൽ നിന്ന്, ഒരു വ്യവസായ ലോകത്തിൽ നിന്ന് ഒരു നോളജ് ലോകത്തിലേക്ക് മാറുമ്പോൾ, അല്ലെങ്കിൽ വിജ്ഞാന ലോകത്തിലേക്ക് മാറുമ്പോൾ, ഡിജിറ്റൽ വേൾഡിലേക്ക് മാറുമ്പോൾ ഇത് എന്താണ് വ്യത്യസ്തം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. നമുക്ക് പല രീതിയിൽ ഡിജിറ്റൽ വേൾഡിൽ നോക്കാം. ഏറ്റവും സിമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന് കാണുന്ന ഡിജിറ്റൽ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്, സ്മാർട്ട് ഫാക്ടറീസ്, സ്മാർട്ട് ഓപ്പറേഷൻസ്, ഇൻഡസ്ട്രി 4.0, നാലാം വ്യവസായ വിപ്ലവം എന്ന് പറയുന്ന ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, കൃത്രിമ ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബ്ലോക്ക് ചെയിൻ, സൈബർ സെക്യൂരിറ്റി, ഡേറ്റ അനലിറ്റിക്സ്, ഇവയെല്ലാം വെച്ചിട്ടുള്ള പല പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുക. അപ്പൊ അത് നമുക്ക് പലപ്പോഴും ഇന്നലെ വരെ അഫോർഡ് ചെയ്യാൻ പറ്റാതിരുന്ന പല പ്രൊഡക്റ്റുകളെയും പെട്ടെന്ന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാക്കി മാറ്റുവാൻ അത് കഴിയും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും, ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് ഉപയോഗിക്കുന്ന വീഡിയോ കോൺഫറൻസിങ് സിസ്റ്റം എന്ന് പറയുന്നത് കേരളത്തിൽ ഉണ്ടാക്കിയതാണ്, ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കിയതാണ്. അവർക്ക് അത് ഉണ്ടാക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും കിട്ടിയത്, അല്ലെങ്കിൽ അതുണ്ടാക്കാനുള്ള ടൂൾസ് അവർക്ക് കിട്ടിയത് ഇതുപോലെയുള്ള ഒരു ഇൻഡസ്ട്രി 4.0 വേൾഡിന്റെ സഹായം കൊണ്ടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് ഇത് ആക്സസ് ചെയ്യാനും ഇത് വെച്ച് പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുമുള്ള ഒരു സിസ്റ്റം ഇസ് അവൈലബിൾ. യു ഡോണ്ട് റിയലി റിക്വയർ മെനി വെരി എക്സ്പെൻസീവ് ഐറ്റംസ് ടു ഡു ദാറ്റ്. പക്ഷെ അതല്ല ഒരു ഡിജിറ്റൽ വേൾഡിന്റെ പരമമായ കർത്തവ്യം. അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ചേഞ്ച്, ഇത് കാരണം ഒരു ഓർഗനൈസേഷനുകളിൽ തന്നെ ഒരു വലിയ മാറ്റം വരുന്നുണ്ട്. ഒരു നമ്മുടെ നേച്ചർ ഓഫ് ഓർഗനൈസേഷൻ ഡിജിറ്റൽ വേൾഡിൽ ഒരു വലിയ മാറ്റം വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ വ്യവസായങ്ങൾ ചുരുങ്ങി ഓരോ വീടുകളിലേക്ക് എത്തുക, അല്ലെങ്കിൽ ഓരോ വ്യക്തിയിലേക്ക് എത്തുന്ന ഒരു അവസരമുണ്ട്. So if you look at this, is a big change which happening, and that change is something which makes the creation of new generation startups, new generation enterprises very relevant and easy. In the past, നമ്മൾ വ്യവസായത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ വൻകിട ഫാക്ടറികളും പുകക്കുഴലുകളും വലിയ ലാർജ് ഫോർമാറ്റ് ആയിട്ടുള്ളതിനെ കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ 100 കൊല്ലത്തോളം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പോ ചെറിയ സംരംഭങ്ങൾ, അവയെ ഒരു ടെക്നോളജി വെച്ച് യോജിപ്പിച്ച് കഴിയുമ്പോൾ അവ വലിയ സംരംഭങ്ങളാകുന്നു. ഇങ്ങനത്തെ ഒരു ഡീസെൻട്രലൈസ്ഡ് മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് നമ്മളിപ്പോൾ വരികയാണ്. കേരളം ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ട് 80കളിൽ പരീക്ഷിച്ചിരുന്നു. കെൽട്രോൺ വന്ന സമയത്ത് ബഹുമാനപ്പെട്ട അന്നത്തെ കെൽട്രോണിന്റെ ചെയർമാൻ ആയിരുന്നുള്ള നമ്മുടെ കേരളത്തിൽ തന്നെ വളരെ പ്രമുഖനായ ഒരു വിഷണറി ലീഡർ ശ്രീ KPP നമ്പ്യാർ സാറ് ഇങ്ങനെ ഒരു മോഡലിലാണ് ശരിക്കും കെൽട്രോണെ വളർത്തിക്കൊണ്ടുവന്നത്. നമുക്ക് ചെറിയ യൂണിറ്റുകൾ പലയിടത്തും സ്ഥാപിക്കുക. പല പോളിടെക്നിക്കിൽ നിന്ന് വന്ന കുട്ടികളെല്ലാം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. ചെറിയ യൂണിറ്റുകൾ ഉണ്ടാക്കുക, അവയെ അഗ്രിഗേറ്റ് ചെയ്യുക,
കെൽട്രോൺ പോലെയുള്ള ഒരു ഓർഗനൈസേഷൻ വഴി അതിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളൊരു മോഡൽ നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ പ്രവർത്തിച്ചതാണ്. പക്ഷെ അതിന് ഒരു പക്ഷേ അത് കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ്, കോമ്പറ്റീറ്റീവ്നെസ്സിൽ പിന്നീട് ചില ചേഞ്ച് വന്നപ്പോൾ അത് നടന്നില്ല എന്നത് വാസ്തവമാണ്. But the idea is that model is now becoming very popular, and that is something which makes us a new way of thinking about the digital entrepreneurship. മൂന്നാമത്തത് ഡിജിറ്റൽ എന്ന് പറയുന്ന ഒരു വേ ഓഫ് ലൈഫ് തന്നെയാണ്. ഇന്ന് നമ്മൾ സംവദിക്കുന്നത് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നാണ്. ഒരുപക്ഷെ ചിലരൊക്കെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലാവാം, അല്ലെങ്കിൽ ഒരുപക്ഷെ വിദേശത്താവാം. So this was not unthinkable a few months back or maybe a year back. So suddenly we see that the technology has disrupted some of our beliefs. മാത്രമല്ല, ഈ ടെക്നോളജി is bringing a lot of trust between us. നമുക്ക് ലോകത്തിലെ ഏത് സൊല്യൂഷൻസ് ഉണ്ടാക്കാനും നമുക്കുള്ള ടൂൾസും റിസോഴ്സസും നമ്മുടെ മുമ്പിലുണ്ട്. So digital world of thinking is actually about collaborations. Digital world of thinking is about using technology to create jointly the products. ആ ഒരു മേഖലയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പോളിടെക്നിക്കിൽ, പാലക്കാട് പോളിടെക്നിക്കിൽ ഒരു കുട്ടിക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഡിസൈൻ കുട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ 3D പ്രിന്റ് ചെയ്യാൻ അയാൾക്ക് അവിടെ തന്നെ ഫെസിലിറ്റി വേണമെന്നില്ല. ദിസ് കേസ് ഇറ്റ് ഇസ് അവൈലബിൾ, നോട്ട് നെസസറി ഇറ്റ് ഷുഡ് ബി ദേർ. ഇറ്റ് ക്യാൻ ആക്ച്വലി ബി 3D printed because the design moves through a digital means to another place where the 3D printing happens and the product will come back there. അപ്പൊ ഇങ്ങനത്തെ ഒരു ഇന്നലെ വരെ ഇല്ലായിരുന്ന ഒരു ഡിജിറ്റൽ വേ ഓഫ് ലൈഫും ഡിജിറ്റൽ വേ ഓഫ് തിങ്കിങ്ങും നമ്മുടെ മുമ്പിലുണ്ട്. ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇതിന്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് വി നീഡ് ടു സ്റ്റാർട്ട് കംപ്ലീറ്റ്ലി റീതിങ്ക് ദ മോഡൽസ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ്. ഫോർ എക്സാമ്പിൾ, ഓണ്ടർപ്രണർഷിപ്പ് എന്ന് നിങ്ങൾ പലരും കോളേജുകളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങളോട് ആൾക്ക് വന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാണ് ഉദ്യോഗ സംരംഭം തുടങ്ങേണ്ടത് എന്ന് പറയുന്നതിന്റെ ഏറ്റവും കോമൺ ആയിട്ട് പറയുന്നത് നിങ്ങളൊരു ജോലി അന്വേഷകനാവരുത്, ജോലി ദായകനാവണം എന്നാണ്. You should be a job giver rather than a job seeker. While giving job is an element of entrepreneurship, today that is not the primary element of entrepreneurship. Primary element of entrepreneurship is creation of wealth. ഇപ്പൊ നമുക്കറിയാം, നമ്മളോടൊപ്പം അല്ലെങ്കിൽ നമ്മളെക്കാളോ പിറകിൽ നിന്നിരുന്ന രാജ്യമാണ് ചൈന. പക്ഷെ ഇന്ന് ചൈന നമ്മളെക്കാളും വളരെ അഡ്വാൻസ് ആണ്. How did they do that? They and we have the same strength, that is people. നമുക്കും അവർക്കുമുള്ള ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് മാനവശേഷിയാണ്. ചൈന മാനവശേഷിയെ എങ്ങനെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ഓരോ മനുഷ്യനും ഉണ്ടാക്കാൻ കഴിയുന്ന പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ ഓരോ മനുഷ്യനിൽ നിന്നും ഉണ്ടാക്കാൻ കഴിയുന്ന വെൽത്ത് ജനറേഷൻ വളരെയധികം മാക്സിമൈസ് ചെയ്തു. അങ്ങനത്തെ ഒരു വെൽത്ത് മാക്സിമൈസേഷൻ മോഡൽ കൂടിയാണ് ചൈന വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് മാറിയത്. ഇത് തന്നെയാണ് പല വികസിത രാജ്യങ്ങളും നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ പഴയ കാലത്ത് ഇതിനൊരു ചലഞ്ച് ഉണ്ടായിരുന്നു. ഇങ്ങനെ നമുക്ക് ഒരു പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഇഫ് യു വാണ്ട് ടു ക്രിയേറ്റ് വെൽത്ത് യു റിയലി റിക്വയർ ലോട്ട് ഓഫ് റിസോഴ്സസ്. വലിയ ലാൻഡ് വേണം, ഒരുപാട് ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമാണ്. ആ വേൾഡിൽ നിന്ന് മാറിയിട്ട് ഇന്ന് നമുക്ക് പുതിയ വേൾഡില് വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് വളരെ ചെറിയ സ്പേസിൽ നമുക്ക് വലിയ കമ്പനികൾ ഉണ്ടാക്കാം. ഒരു 100 കോടി രൂപയുടെ ഒരു കമ്പനി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരു വലിയൊരു വ്യവസായ സംരംഭം, അല്ലെങ്കിൽ വളരെ ഒരു 2-3 ഏക്കറിൽ നിൽക്കുന്ന ഒരു വ്യവസായ സംരംഭം എന്നുള്ളതാണ്. അത് ഇന്ന് മാറി. ഇന്ന് നമുക്കൊരു 100 കോടി രൂപയുടെ ഒരു സംരംഭം നമ്മുടെ പോളിടെക്നിക്കൽ ക്യാമ്പസിൽ തന്നെ ഉണ്ടാക്കാം. ഉദാഹരണമായിട്ട് ജെൻ റോബോട്ടിക്സ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പലർക്കും പരിചയമുള്ള ഒരു കമ്പനി ആയിരിക്കാം. നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു കമ്പനിയാണ്. ഡ്രെയിൻ ക്ലീനിങ് റോബോട്ട് ഉണ്ടാക്കുന്ന ഒരു കമ്പനി. അവരുടെ ഓഫീസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അവരുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. ഇപ്പൊ ഏകദേശം 50 കോടി രൂപയോളം വിറ്റ് വരവുള്ളതും 200 കോടി രൂപയോളം വാല്യൂ ഉള്ളതുമായിട്ടൊരു കമ്പനിയായിട്ട് വളർന്ന ജെൻ റോബോട്ടിക്സ് ഇസ് ആക്ച്വലി വർക്ക്ഡ് ഇൻ 1500 സ്ക്വയർ ഫീറ്റ്. അതായത് 1500 സ്ക്വയർ ഫീറ്റിൽ നിന്ന് നമുക്ക് ഇന്നൊരു $1 ബില്യൺ കമ്പനിയെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മേഖലയിലേക്ക് നമ്മൾ വന്നു. ആ ഒരു ചേഞ്ച് നമ്മൾ നമ്മുടെ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. ഇറ്റ് ഈസ് നോട്ട് റിസോഴ്സ് ഡ്രിവൺ, ഇറ്റ് ഇസ് മോർ ഇന്നോവേഷൻ ഡ്രിവൺ വിച്ച് ഇസ് ആക്ച്വലി മേക്കിംഗ് ദ ചേഞ്ച്. മാത്രമല്ല, ഇതുവരെ കാണാത്ത കുറേയേറെ കസ്റ്റമർ സെഗ്മെന്റ്സിന് നമുക്ക് ഡിജിറ്റൽ ടെക്നോളജി കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം നമ്മുടെ മുമ്പിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ദി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറയുന്ന പ്രോബ്ലംസ്, പോവർട്ടി ആയാലും ശരി, അല്ലെങ്കിൽ വാട്ടറിന്റെ അവൈലബിലിറ്റി ആയാലും ശരി, എൻവറോൺമെന്റിന്റെ അവൈലബിലിറ്റി ആയാലും ശരി, ഇവയ്ക്കെല്ലാം നമുക്ക് സൊല്യൂഷനുകൾ ആവശ്യമാണ്. ഈ സൊല്യൂഷനുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ വാട്ടറിന് നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്, യു സഡൻലി സീ ദാറ്റ് there is a substantive amount of growth for that company is possible. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ,
നിങ്ങൾ ടൈംസ് ഓഫ് ഇന്ത്യ വാങ്ങുന്ന കുറച്ച് പേർക്കെങ്കിലും അടുത്ത 2-3 ദിവസത്തിന് മുമ്പ് മേ ബി കഴിഞ്ഞ സൺഡേ ആണെന്ന് തോന്നുന്നു, ഒരു ഫുൾ പേജ് അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരുന്നു ഒരു ലമാറ ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ കുറിച്ച്. ഒരു ഫുൾ പേജ് അഡ്വർടൈസ്മെന്റ്. ഈ ലമാറ ടെക്നോളജി നമ്മുടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് 1 കൊല്ലം മുമ്പ് പാസ് ഔട്ട് ആയ കുട്ടികളാണ്. അവർ കോളേജിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ചെയ്തതാണ്. അവരൊരു ഫിൽട്ടർ മോഡൽ ഉണ്ടാക്കി. അതിന് പ്രകാരം നമുക്ക് വഴിയിൽ എവിടെ നിന്ന് കിട്ടുന്ന വെള്ളം വേണമെങ്കിൽ അവരുടെ അത് മാത്രമല്ല ഫ്ലെക്സിബിൾ ആയിട്ടൊരു ഫ്ലാസ്ക് ആണ്. ആ ഫ്ലാസ്ക് മടക്കി നമുക്ക് കൊണ്ടുപോകാം. എവിടെയെങ്കിലും നമുക്ക് വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ എവിടെ കിട്ടുന്ന വെള്ളം എത്ര ഒരു ഡേർട്ടി ആയിട്ടുള്ള വാട്ടർ ആയാലും ആ ഫ്ലാസ്കിലേക്ക് ഒഴുക്കി കഴിഞ്ഞാൽ ആ ഫ്ലാസ്കിൽ നിന്ന് പ്യുവർ വാട്ടർ ആയിട്ട് മാറും. അങ്ങനെ ഒരു ഫിൽട്രേഷൻ ടെക്നോളജി. ഇപ്പൊ നേരത്തെ അടുത്ത സെഷനിൽ റിയാസ് അതിന്റെ മറ്റു ഡീറ്റെയിൽസ് പറയും. ഇതൊരു ഒരു റിസർച്ച് ലാബിൽ ഉണ്ടാക്കിയ ടെക്നോളജിയെ കൊമേഴ്ഷ്യലൈസ് ചെയ്ത ഒരു സ്റ്റാർട്ടപ്പാണ്. പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തുമാത്രം ഉപകാരമുള്ളതാണ്. നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന ആലോചിക്കുക. ഈ സമയത്ത് നമുക്ക് വെള്ളം കൊണ്ടുപോകേണ്ട കാര്യമില്ല. എവിടെ നിന്ന് കിട്ടുന്ന വെള്ളം വേണമെങ്കിലും നമുക്ക് പ്യൂരിഫൈ ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റന്റ് പ്യൂരിഫിക്കേഷൻ എന്നുള്ളൊരു മോഡലാണ് അവർ കൊണ്ടുവന്നത്. ആൻഡ് ദാറ്റ് ഹാസ് ആക്ച്വലി ലെഡ് ദം ടു എ ഹ്യൂജ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. അവർ കോളേജിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ടൈംസ് ഓഫ് ഇന്ത്യ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്തു, മറ്റു പലരും അവർക്ക് ഇൻവെസ്റ്റ് ചെയ്തു. ആൻഡ് ദേ ആർ ഗെറ്റിംഗ് നാഷണൽ ലെവൽ പബ്ലിസിറ്റി ആൻഡ് ഗ്രോത്ത് ആസ് സച്ച്. ഇതേപോലെയുള്ള അവസരങ്ങളാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇങ്ങനെയുള്ള അവസരങ്ങൾ ഡിജിറ്റൽ വേൾഡ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. കാരണം ഈ ടെക്നോളജി അവർക്ക് കിട്ടിയതും അത് അവർക്ക് അതിനെ ഡെവലപ്പ് ചെയ്യാനുള്ള സപ്പോർട്ടുകൾ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊളാബറേറ്റീവ് മോഡൽസിലാണ് കൂടിയാണ് വന്നത്. സോ ബേസിക്കലി the disruptive innovation becomes a very key thing in the new world person. And what is this disruptive innovation? Disruptive innovation എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ആലോചിക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന ഒരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റ് വാങ്ങുന്ന ഒരു സമൂഹമുണ്ട്. പക്ഷേ ഈ പ്രൊഡക്റ്റ് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതോ അല്ലെങ്കിൽ അത് എത്താത്തതായിട്ട് വലിയൊരു സമൂഹം അതിന് ചുറ്റുമുണ്ട്. ആ സമൂഹത്തിലേക്ക് നമ്മളൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ, നേരത്തെ ടോണി സാർ അതിനെ കുറിച്ച് പറയണ്ടായി, അങ്ങനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ അത് നോൺ ലീനിയർ ആയിട്ട് ഗ്രോ ചെയ്യുന്നതാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഈ പ്ലാറ്റ്ഫോം വെബെക്സ് എന്ന് പറയുന്നത് സിസ്കോ പോലുള്ള ഒരു കമ്പനി ഫോർമൽ ആയിട്ടുള്ള വീഡിയോ കോൺഫറൻസിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് തന്നെ വെബെക്സ് സാധാരണഗതിയിൽ ഒരു നോർമൽ ലിവിയിൽ ആക്സസ് ചെയ്യാൻ വളരെ വിഷമമാണ്. യു നീഡ് ടു ഹാവ് എ ലോട്ട് ഓഫ് മണി ടു ബി സ്പെൻഡ് ആൻഡ് യു വിൽ റിക്വയർ ലിറ്റിൽ ബിറ്റ് ഓഫ് ടെക്നിക്കൽ സഫിസ്റ്റിക്കേഷൻ ടു ഡു ദാറ്റ്. ഈ സമയത്താണ് ലോകത്തെ ഒരുപാട് പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അത് എല്ലാവർക്കും വെബെക്സ് ഉപയോഗിക്കണമെന്ന് ഇല്ല. ആ ഒരു അവസരത്തിലാണ് സൂം പോലെയുള്ള ഒരു കമ്പനി വന്നത്. സൂം നെവർ അഡ്രസ്ഡ് എ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേറ്റർ. പ്രൊഫഷണൽ വീഡിയോ കോൺഫറൻസിംഗ് വാസ് നോട്ട് ദ ബേസ് ഫോർ സൂം. സൂം നോക്കിയത് ഫ്രീ ആയിട്ട് സംസാരിക്കേണ്ട ആൾക്കാർ, ഇൻഫോർമൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആവശ്യമുള്ളവർ, ഇവരെയാണ് സൂം അഡ്രസ് ചെയ്തത്. പക്ഷേ വളരെ കുറച്ച് സമയം കൊണ്ട് എന്ത് പറ്റി? സൂം ആക്ച്വലി ബിക്കമിങ് ദ ഡിഫാക്ടോ കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ്. അവിടെയാണ് ഡിസ്റപ്റ്റീവ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. ഇന്ന് വെബെക്സിന് സൂമിന്റെ രീതിയിലേക്ക് വരേണ്ടി വന്നു. അവരുടെ ടച്ച് ആൻഡ് ഫീലും ആക്സസിബിലിറ്റി എല്ലാം സൂമിന്റെ രീതിയിലേക്ക് വരേണ്ടി വന്നത് സൂമിന്റെ പോപ്പുലാരിറ്റിയാണ്. ഇറ്റ്സ് എ സ്റ്റാർട്ടപ്പ്, ഇറ്റ്സ് എ ന്യൂ കമ്പനി. സോ ദി പോയിന്റ് വിച്ച് ഐ വാസ് ട്രൈങ് ടു സേ ഈസ് ദാറ്റ് സെയിം മോഡൽസ് ആർ അവൈലബിൾ ഇൻ എവറി സ്പേസ്. നമുക്ക് അൺമെറ്റ് ആയിട്ടുള്ള ഡിമാൻഡുകൾ എല്ലാ മേഖലകളിലും ഉണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് കൊണ്ടുവരുവാനാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ ഇൻസ്പയർ ചെയ്യേണ്ടത്. അങ്ങനത്തെ സൊല്യൂഷൻസ് കൊണ്ടുവരുമ്പോഴാണ് അവ വളരെ പെട്ടെന്ന് വളരുകയും ചെയ്യുന്നത്. അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇന്ന് ചെയ്യുന്ന എന്റർപ്രണർഷിപ്പിനെ അല്ലെങ്കിൽ എന്റർപ്രൈസുകളെ കുറിച്ച് ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. ഇഫ് യു ലുക്ക് അറ്റ് എനിത്തിങ് വിച്ച് ആഡ്സ് വാല്യൂ ഈസ് എൻ എന്റർപ്രൈസ് ഓർ എൻ എന്റർപ്രണർഷിപ്പ്, റൈറ്റ്? എനിത്തിങ് വിച്ച് ആഡ്സ് വാല്യൂ. ഒരു പെട്ടിക്കട ഇടുന്നത് മുതൽ, ഒരു ബസ് ഓടിക്കുന്നത് മുതൽ, ബസ്സിന്റെ ഓണർ ആവുന്നത് മുതൽ, അല്ലെങ്കിൽ ഒരു വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് സ്റ്റീൽ കമ്പനി ഉണ്ടാക്കുന്നത് വരെയുള്ള എല്ലാം ഓണ്ടർപ്രണർഷിപ്പാണ്. If you look at all those aspects of entrepreneurship, you see that most of them, a large chunk, is just adopt. Somebody does it, I am also doing the similar thing. That's what we call as an imitation. So somebody started a grill making, a door making factory, a door making unit. I will also start. Somebody making a flower making unit, I will also start that. So this is an imitation. And imitation is not only at a smaller level, even in larger companies, very, very large companies also imitate. So imitation is one aspect of entrepreneurship, and most of enterprises are there. The second is a different level of imitation. You imitate, but you adapt it, you change it. കുറച്ച് വ്യത്യാസം വരുത്തും.
ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി നമ്മുടേതായ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റുന്നു. That is the next level, improvise. The third level is what we call as innovate. What is innovate? ഈ അഡാപ്റ്റിലും നമ്മൾ ചെയ്യുന്നത് നേരത്തെ ഉള്ള ഒരു കമ്പനിയോ അല്ലെങ്കിൽ നേരത്തെ ഉള്ള പ്രൊഡക്റ്റോ അഡ്രസ് ചെയ്യുന്ന മാർക്കറ്റിനെ തന്നെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. If company A makes pressure cooker, I will also make pressure cooker, and I am addressing the same customer who is making pressure cooker. Maybe I may make it cheaper so that that customer will come to me. പക്ഷേ I don't change the nature of the product. I'm not addressing a different market altogether. Suppose I address a different market using the same product. അതേ പ്രൊഡക്റ്റ് കൊണ്ട് തന്നെ ഞാൻ വേറൊരു മാർക്കറ്റിനെ അഡ്രസ് ചെയ്യുന്നു. ഇതുവരെ ഈ പ്രൊഡക്റ്റ് നോക്കാതിരുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് കിട്ടാതിരുന്ന ആൾക്കാരെ അഡ്രസ് ചെയ്യുന്നു. That is what we call as innovation. And that is basically the next level. And that's basically where we need to really focus on. And then, of course, you can invent new things. Innovation is not invention. Innovation is primarily adopting a product to a very different market altogether per se. Now, if you look at the SMEs എന്ന് നമ്മൾ പറയുന്നത്, MSME എന്ന് പറയുന്ന യൂണിറ്റുകൾ കൂടുതലും അഡോപ്ഷനോ അഡാപ്ഷനോ ചെറിയ തരത്തിൽ ഇന്നോവേഷനോ ചെയ്യുന്നവയായിരിക്കും. നമ്മുടെ കൺവെൻഷണൽ manufacturing world enterprises, entrepreneurship is about adoption or adaption. The new digital world is about innovation, to some extent invention, and to some extent adaptation. Primarily, it is more on the innovation person. So, startup-കൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പുകളും ഒരു സാധാരണ യൂണിറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ സാധാരണ യൂണിറ്റ് മറ്റൊരാൾ ചെയ്യുന്ന അതേ കാര്യങ്ങൾ ചെയ്യുന്നു. ഒരു LED യൂണിറ്റ് ഉണ്ടാക്കുന്നു, ഞാനും LED യൂണിറ്റ് ഉണ്ടാക്കുന്നു. It is also good entrepreneurship. And I need some technical skills to do that. But suppose I come out with a model where can I actually develop a product which can be used in places where there is no power or very low power is there? Can I use some of the models for that? And commercially it is viable. That is basically where the innovation comes. So the innovation is actually the nature of the newer entrepreneurship message. So that is basically lead to two questions. That is why entrepreneurship and how these entrepreneurs are different. Why entrepreneurship എന്നതിന് പല ഉത്തരങ്ങൾ പറയാമെങ്കിലും എനിക്ക് തോന്നുന്നു ഇന്ത്യ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ maybe putting in other words, suppose we wanted to make instead of 1 medal, we need 100 medals in the next Olympics. It's important that India has to grow as a country. So you need to actually increase the wealth of the country. അതിന്റെ ഒരു ഇതിലാണ് നമ്മളൊരു $5 trillion എക്കോണമി ആവണമെന്ന് ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ നമ്മളോട് ഒരു കാലത്ത് ആവശ്യപ്പെട്ടിരുന്നത്. ബട്ട് ഇഫ് യു ലുക്ക് അറ്റ് ഇന്നത്തെ നിലയിൽ നിന്ന് 5 trillion എക്കോണമി ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് 14% ഗ്രോത്ത് ഓരോ കൊല്ലവും നടത്തേണ്ട ആവശ്യം. Before Corona, if now with Corona, we need to grow much faster. So which means we cannot really think about a linear growth. We need really require a non-linear growth. A non-linear growth എത്തണമെന്നുണ്ടെങ്കിൽ you need to actually move from the concept of enterprises creates jobs creating wealth to enterprises create growth, create wealth, and that incidentally may create jobs also. And this is relevant also because ഇന്ത്യയുടെ കഴിഞ്ഞ 10 കൊല്ലത്തെ അല്ലെങ്കിൽ 15 കൊല്ലത്തെ 30 yearsന്റെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ the nature of entrepreneurship is actually changing. It has changed from job-led entrepreneurship to wealth-led entrepreneurship. ഇങ്ങനെ ഒരു മോഡൽ ഈ പടത്തിൽ കാണിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ശതമാനം GDP ഗ്രോ ചെയ്യുമ്പോഴും ജോബ്സ് എത്ര ശതമാനം, എംപ്ലോയ്മെന്റ് എത്ര ശതമാനം ഗ്രോ ചെയ്യുന്നുള്ളതാണ്. 72-77 കാലഘട്ടത്തിൽ 4% നമ്മൾ GDP ഗ്രോ ചെയ്തപ്പോൾ അവർ jobs have grown by 2.6%, which is the ratio is around 0.8. Today, when we are growing at around 6-7%, of course, when speaking about pre-COVID period, the jobs were not growing at that point. It's just growing at 0.6. അപ്പൊ ഇങ്ങനെ ജോബ്സ് ഇൻഡസ്ട്രിയിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രോത്തിൽ നിന്ന് വരിക എന്നത് നമ്മൾക്ക് കുറവായിരിക്കും. മറിച്ച് we are moving to a nature where from a factor-driven entrepreneurship, we move to a innovation-driven entrepreneurship. അങ്ങനത്തെ ഇന്നോവേഷൻ ഡ്രിവൺ ഓണ്ടർപ്രണർഷിപ്പിലേക്കുള്ള ഒരു കാൽവയ്പാണ് നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഡിജിറ്റൽ വേൾഡിന്റെ ഏറ്റവും വലിയ അവസരം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു മൂവ്മെന്റ് ആണ്. ആ ഒരു മൂവ്മെന്റിലേക്ക് എത്തുന്നതിന് ഏറ്റവും നമുക്ക് സഹായിക്കുന്ന കുറെ ഘടകങ്ങൾ നമ്മൾ
ഒന്ന്, ലോകം തന്നെ മാറുകയാണ്. ഒരു കാലത്ത് ലോകത്ത് നമ്മൾ ചെറിയ യൂണിറ്റുകളായിരുന്നു, 200 500 കൊല്ലം മുമ്പ് ചെറിയ യൂണിറ്റുകളായിരുന്നു, നമുക്ക് എക്സ്ട്രാ ഉള്ളത് നമ്മൾ ഷിപ്പ് ചെയ്യുമായിരുന്നു വേറെ സ്ഥലത്തേക്ക്. കഴിഞ്ഞ സെഞ്ചുറിയിൽ എവറിഥിങ് ബിക്കം ലാർജ് ഇൻഡസ്ട്രിയൽസ്. പീപ്പിൾ ആക്ച്വലി ഫ്ലൈ ടു പ്ലേസസ്. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കി നമ്മുടെ കുട്ടികളും നമ്മുടെ പ്രൊഡക്റ്റുകളും ഗൾഫ് രാജ്യങ്ങളിലേക്കോ അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ മലേഷ്യയിലേക്കോ ഒക്കെ ഫ്ലൈ ചെയ്ത് അവിടുത്തെ വലിയ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതായിരുന്നു ലാസ്റ്റ് വേൾഡ് ഓഫ് ഗ്ലോബലൈസേഷൻ. ഇനിയത്തെ വേൾഡ് ആ ഗ്ലോബലൈസേഷനിൽ നിന്ന് മാറി വി ആർ ആക്ച്വലി ഗോയിങ് ടു സ്മോളർ യൂണിറ്റ്സ്. കോവിഡ് കൊണ്ട് മാത്രമല്ല, മറ്റു പല കാരണങ്ങൾ കൊണ്ടും there is a limited mobility. ഗ്ലോബലൈസിൽ നിന്ന് ലോക്കലൈസേഷനിലേക്ക് വരുന്നു. സപ്ലൈ ചെയിൻ റിസ്കുകൾ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഓഫ് ഷോറിൽ നിന്ന് റൈറ്റ് ഷോറിംഗിലേക്ക് വരുന്നു. പൊളിറ്റിക്കലായിട്ട് നമ്മൾ ഇപ്പോഴും ഒരുപാട് നാഷണലിസത്തിനെയും പ്രൊട്ടക്ഷനിസത്തിനെയും കുറിച്ച് ലോകത്തെമ്പാടും പറയുന്നു. നിയാക്കാത്തായാലും അല്ലെങ്കിൽ ബ്രെക്സിറ്റ് ആയാലും കനേഡിയൻ നാഷണലിസ്റ്റ് മൂവ്മെന്റ് ആയാലും ജർമ്മൻ നാഷണലിസ്റ്റ് മൂവ്മെന്റ് ആയാലും എല്ലാം അവരുടെ സ്വദേശികൾക്ക് അല്ലെങ്കിൽ സ്വദേശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നു. പുറത്തുനിന്നുള്ളവരെ ദേ ആർ നോട്ട് വെൽക്കമിങ് മച്ച്. ഇങ്ങനെ ഒരു കൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദിസ് മൂവ്മെന്റ് ഫ്രം ലാർജ് ടു സ്മോൾ, ഗോയിങ് ഫ്രം ഗ്ലോബൽ ടു ലോക്കൽ actually create a lot of local entrepreneurship opportunities and which can actually meet the global needs per se. ഇത് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. This actually has been brought, and the advantage is you can produce or you can develop a service in let's say Idiki, and you can actually deliver it in maybe in Italy. So you are trying to create units which produce the product. People may not move, only the product or the service will move. അത് ഒരു വലിയൊരു ഓണ്ടർപ്രണർഷിപ്പ് ഓപ്പർച്യൂണിറ്റി. ഈ ഡീസെൻട്രലൈസ്ഡ് മോഡൽ ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഡിജിറ്റൽ വേൾഡിന്റെ ഒരു മുഖ്യ ഘടകമാണ്. അതിനെ നമുക്ക് ടെക്നോളജി വെച്ച് ലിങ്ക് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ എക്കോണമിക്സ് ഓഫ് സ്കെയിൽ ഓൾസോ. ആ ഒരു കോൺസെപ്റ്റിലേക്കാണ് ഇത് നമുക്കൊരു എന്റർപ്രണർഷിപ്പ് ഷിഫ്റ്റ് നടക്കുന്നത്. ഇവിടെയാണ് സ്റ്റാർട്ടപ്പുകളുടെ ഏറ്റവും വലിയ ഒരു അവസരം നമ്മുടെ മുമ്പിലുള്ളത്. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ടെക്നോളജിയാണ്. സാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ ഈക്വൽ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, ഓരോ തവണയും ഓരോ സാങ്കേതിക വിദ്യയായിരുന്നു ലോകത്തെ നയിച്ചുകൊണ്ടിരുന്നത്. ഇറ്റ് വാസ് ടെക്സ്റ്റൈൽ ഇനിഷ്യലി, റെയിൽവേസ്, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇപ്പൊ നമ്മുടെ പുതുതായിട്ട് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ 3D പ്രിന്റിംഗ് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യകളാണ്. അപ്പൊ ഈ ഒരു മേഖലകളിലേക്ക് മാറുമ്പോൾ ഇതിന്റെ സമയം വളരെ ചുരുങ്ങി വരിക. It actually took almost 180 for textile industry to be there. ഇന്ന് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വേൾഡിലേക്ക് വരുമ്പോൾ the period is very short. So വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്ക് വളരെയധികം സൊല്യൂഷൻസ് ഉണ്ടാക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അവിടെയാണ് നമ്മുടെ മുമ്പിലുള്ള ഈ 4ാം വ്യവസായ വിപ്ലവം തുറന്നു തരുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. So they basically bring in newer set of exponential technologies and newer set of behavioral realities where people can collaborate and work. ഇത് നമ്മൾ നമ്മുടെ കുട്ടികളോട് പറയണം. അതായത് അവരുടെ റിസോഴ്സുകളല്ല അവരെ നയിക്കേണ്ടത്. അവരുടെ നോളജിന് അവർക്ക് റിസോഴ്സസുകൾ തരാൻ വേണ്ടിയിട്ട് പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. എന്താണ് റിസോഴ്സുകൾ ഉദ്ദേശിക്കുന്നത്? അവർക്ക് സാമ്പത്തിക സഹായം ആവശ്യമുണ്ടാവും. നമ്മളൊരു വ്യവസായം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു എന്റർപ്രണർഷിപ്പ് തുടങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കുന്ന ലോണ് മാത്രമാണ്. Not necessarily. If there is an innovative product, you can always find an investor who may actually partake with you. ഒരു ഇൻവെസ്റ്റർ നിങ്ങളോടൊപ്പം തന്നെ നിന്ന് ഇതിന്റെ റിസ്ക് എടുക്കാൻ, നേരത്തെ മാഡം റിസ്കിനെ കുറിച്ച് പറഞ്ഞു, റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ആള് നമ്മുടെ ഒപ്പം വരും. സോ സ്റ്റാർട്ടപ്സിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അതാണ്. There are people who are ready to share the risk with you. Similarly, if you wanted to, നമുക്ക് ഇത് മുഴുവൻ ഉണ്ടാക്കാനുള്ള നോളജ് നമ്മുടെ കയ്യിലില്ല, നമുക്ക് ചെറിയ അറിവേ ഉള്ളൂ. So you can actually get into global networks which actually support you on with the knowledge. മാർക്കറ്റ് ചെയ്യാനുള്ള വിഷമം ഉണ്ടെങ്കിൽ again you can look at collaboration to do it. ഇതെല്ലാം ഒരു എക്കോസിസ്റ്റത്തിന്റെ പാർട്ടായിട്ട് വരും. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് ഒരാള് മാത്രമല്ലെന്നും ഒരു സമൂഹത്തിന്റെ പലരും അതിനുവേണ്ടി സഹായിക്കുമെന്നും അതിൽ പലരും ഫ്രീലാൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടോ സഹായിക്കുമെന്നും ഉള്ള ഒരു മേഖലയിലേക്ക് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കോണ്ടെക്സ്റ്റ് ആണ് നമ്മൾ പുതിയ ഓൺട്രപ്രണർഷിപ്പിനെ കാണേണ്ടത്. ആ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു മേഖല ഇത് വെച്ചിട്ട് ഞാൻ നിർത്താം. അതിനായി ടേക്ക് ദ ക്വസ്റ്റ്യൻസ്. ദ ബേസിക് ചാലഞ്ച് ഫോർ ദ ഫാസ്റ്റ് ഗ്രോത്ത് എന്റർപ്രൈസസ് ഈസ് ദിസ്. ഒരു
ഒരു എന്റർപ്രണർഷിപ്പ് ക്യാൻവാസ് എടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു അഡാപ്റ്റ് ഇന്നോവേറ്റ് ആൻഡ് ഇൻവെന്റ്. ഇതില് നമ്മൾ അഡാപ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വേറൊരാൾ ചെയ്ത് അതേപോലെ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി മാർക്കറ്റിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്, അത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ റിസ്ക് കുറവായിരിക്കും. പക്ഷേ റിസ്ക് മാത്രമല്ല, അതിന്റെ along with the risk, the returns, the value addition also is very low. പക്ഷേ നമ്മൾ ഓൺടർപ്രണർഷിപ്പ് ക്യാൻവാസിൽ കൂടി ട്രാവൽ ചെയ്യുമ്പോൾ മറ്റൊരു എൻഡിൽ വരുമ്പോൾ the one which is shown in the picture is where the value addition is very high. For example, let me go back to the example of developing a manual automatic train cleaning robot, which is what one company has developed. അല്ലെങ്കിൽ ലമാര ആൻഡോ ഉണ്ടാക്കിയ വാട്ടർ ബോട്ടിൽ. ഇത് സക്സസ്ഫുൾ ആയാൽ വളരെ വളരെ സാധ്യതയുണ്ട്. പക്ഷെ സക്സസ്ഫുൾ ആയില്ലെങ്കിലോ അത് ഫെയിൽ ആവാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. അപ്പൊ ഇങ്ങനെ സ്റ്റാർട്ടപ്പുകളിലെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഇവയ്ക്ക് ഒരുപാട് വാല്യൂ അഡീഷൻ ഉണ്ട്, അവർക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ their failure risk also is very high. But that is the context in which I think we have the role of ecosystem, role of polytechnics, role of academic institutions. എന്താണ് നമ്മൾ പോളിടെക്നിക് എക്കോസിസ്റ്റത്തിൽ കൂടി ചെയ്യേണ്ടത്? It primarily help to move this down. എന്ന് പറഞ്ഞാൽ ഓൺടർപ്രണർഷിപ്പ് ക്യാൻവാസിൽ we actually find a new thing, that is you have a product or a service which is having high value addition, but the failure risk is very small. That means a student plan his idea. It may be a very innovative idea. It may fail. പക്ഷെ അത് ഫെയിൽ ചെയ്യുമ്പോൾ അയാൾക്ക് നഷ്ടം ഉണ്ടാവരുത്. അയാൾ മാക്സിമം അയാളുടെ സമയം മാത്രമേ നഷ്ടപ്പെടാവൂ. അതൊരു ലേണിംഗ് പ്രോസസ്സാണ്. അവിടെയാണ് കോളേജുകളും IEDC-കളുടെയും വലിയ പങ്കുള്ളത്. The colleges IEDC has to actually provide that cushion for an enterprise to take the risk, to come to minimize their failure risk. At the same time, they will add the value per se. So I think I will stop here. Nuances of that will be discussed in the future sessions. In fact, how the broader ecosystem, startup mission, അല്ലെങ്കിൽ മറ്റ് ecosystem എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത്, you will have sessions from Ashok, as well as I think Ms. Preeti also is speaking from NIT, and then Dr. Ajit Prabhu will be speaking about IPR support for startups and many of those things. But essence is our role when we are curating an IEDC, curating an ecosystem, is how do you minimize the failure risk of the startups? Why? ഇതിന്റെ വേറെ മാർഗമുണ്ട്, ഇങ്ങനെ വലിയ റിസ്ക് എടുക്കാൻ ചെയ്യിക്കാതെ ലോവർ ലെവലിൽ ചെയ്യിക്കുക എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴുള്ള കുഴപ്പം അവർക്ക് റിട്ടേൺസ് കിട്ടില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ബെനിഫിറ്റ് ഒന്നും കിട്ടില്ല. സോ വി നീഡ് ടു prompt them to innovate, support them to innovate, at the same time cushion them against the failures. And that's something which I think we need to do, because digital world is a world where it's very important for us to understand that unless you have exponential growth, the enterprises will have difficulty to survive. അത് എങ്ങനെ എത്തിക്കാം എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. So I think I have 5 more minutes. So let me, okay, if anybody have any questions, I can take it. Dear participants, share your questions in the chat box. Thank you, sir, for enlightening us with your kind wisdom of thoughts. Feedback link will be posted in the chat box. Participants may share their questions in the chat box. It's your time. You may ask questions directly. Dear participants, you may ask your questions directly to Dr. Saji Gopinath, sir. Okay, I think since there are no questions, thank you very much, and I wish you a great time.
Sir, there is a question in the chat box. What's the expected growth of MSMEs in Kerala post-COVID? It Yes. actually depends upon what type of MSMEs are we speaking about. As I said, if നമ്മൾ MSMEയിൽ പല തലത്തിലുള്ള MSMEs നമുക്ക് ആലോചിക്കാൻ കഴിയും. പുതിയ ചില മേഖലകൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹോസ്പിറ്റൽ, ഹെൽത്ത് കെയർ മേഖലകൾ, അല്ലെങ്കിൽ ഹെൽത്ത് കെയറിനെ സപ്പോർട്ട് ചെയ്യുന്ന മേഖലകൾ, റീറ്റെയിലിനെ സപ്പോർട്ട് ചെയ്യുന്ന മേഖലകൾ, അങ്ങനെ ചില മേഖലകളിൽ നമുക്ക് വളരെ ഹൈ ഗ്രോത്ത് ഓൾറെഡി ഈസ് there. If you are actually looking at MSMEs of that nature, the growth is there. So there is a change which happens. ആ ചേഞ്ച് അനുസരിച്ച് നമ്മൾ ചെയ്യാൻ നോക്കണം. So basically there should be a match between what is happening, what environment ഡിമാൻഡ് ചെയ്യുന്നതും നമ്മുടെ കമ്പനി നമ്മളൊരു മാച്ചിന്റെ ആവശ്യമാണ്. നമ്മുടെ പല MSMEകളുടെയും ഫെയിലുവർ, ഇൻഫാക്ട് ഐ ഡോണ്ട് ഹാവ് ടൈം ടു ഷെയർ ദാറ്റ്, MSMEകളുടെയും ഫെയിലുവർ എന്ന് പറയുന്നത് ഈ മാച്ച് ഇല്ലാത്തതുകൊണ്ടാണ്. We have done some extensive study in the past of the failed MSMEs and we found that പലപ്പോഴും നമ്മളെ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ആ ബിസിനസ്സിന് എക്കോസിസ്റ്റമായിട്ടുള്ള മാച്ച് അല്ലെങ്കിൽ അതിന്റെ കോമ്പറ്റീറ്റീവ് പൊസിഷൻ എന്ന് പറയുന്നത് എത്രമാത്രം നല്ലതാണെന്ന് നമ്മൾ നോക്കാറില്ല. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിനേക്കാളും ചീപ്പറായിട്ട് മറ്റൊരാൾക്ക് മറ്റൊരു മേഖലയിൽ നിന്ന് ഉണ്ടാക്കി ഇവിടെ കൊണ്ട് വിൽക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കപ്പെടില്ല. സോ നാച്ചുറലി many products which currently our MSMEs are making are not competitive. But there are many others which you can make it. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ എക്സാമ്പിൾ പറഞ്ഞത്. So whether it is Synthite or whether it is Thermopenpol or whether it is Dentacare, these are all products which actually made profit because they are competitive and they have technology which and the type of manpower which they require. Maybe SFO technology. ഇതൊക്കെ അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയാം. ആ ഒരു MSMEക്ക് നമുക്ക് ഇനിയും ഗ്രോത്ത് ഉണ്ടെന്ന് പറയാം. What are the methods to reduce the failure risk? The first and foremost is that you need to really need a proper customer base here. I mean, identify a customer base and make the product in such a manner. But startup-കളിലും ഇൻഡസ്ട്രി എന്റർപ്രൈസിലും കാണുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് you never take customer into your perspective at all. പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു മോഡലിനല്ലാതെ അതൊരു കസ്റ്റമറിന് വേണം എന്നല്ലെങ്കിൽ ഡിസൈൻ തിങ്കിങ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ പോകാറില്ല, പോകുന്നത് കുറവാണ്. That's the one important challenge of failure. The second failure is that you invest substantially on infrastructure. ആ ഇൻഫ്രാസ്ട്രക്ചർ പലപ്പോഴും കൃത്യമായ സമയത്ത് നമുക്ക് അപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ you will have a failure. So go for asset-light models, use shareable infrastructure. See, today you don't really require larger offices. You can actually, നിങ്ങൾക്ക് ഒരു ട്രേഡിംഗ് തുടങ്ങണം അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ വലിയ ഓഫീസിന്റെ ഒന്നും ആവശ്യമില്ല. You can almost do it on this. So those sort of aspects are something which we need to start looking at. I think there are a few more questions, but unfortunately I have to need to leave because I need to be there at 11 o'clock. So I'm sure that my colleagues will answer many of these questions which we Sir, only one question. Sir, only one question more from my side. Yeah. പറഞ്ഞോളൂ. സാറേ, നമ്മുടെ ഈ സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് ആക്ടിവിറ്റീസിൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് എന്തൊക്കെ സപ്പോർട്ടാണ് തരാൻ പറ്റുന്നത്? ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി പ്രൈമറി ആയിട്ട് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഈ ഇപ്പൊ ആരും ഇവിടെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അതായത് China is ahead of many others in that. അതിൽ ഒരു കാരണമുള്ളത് കമ്പോണന്റ് മാനുഫാക്ചറിങ് ഇപ്പോഴും ചൈനയുടെ വലിയൊരു കുത്തകയാണ്. നമുക്കിപ്പോൾ ഒരു ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയിൽ എന്തുണ്ടാക്കണം എന്നുണ്ടെങ്കിലും ഇലക്ട്രോണിക് ഇൻഡസ്ട്രി ഫോർ എക്സാമ്പിൾ ഇന്ത്യ ഈസ് ആക്ച്വലി പോസ്റ്റ് എ ഹ്യൂജ് ഗ്രോത്ത്. പക്ഷെ നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്ന കമ്പോണൻസ് ഇല്ല എന്നുള്ളതാണ്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഈ ഒരു മേഖലയിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഇടപെടുകയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് IIoT സെൻസർ സെന്റർ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഗവൺമെന്റ് ഓഫ് കേരളയും കൂടെ ജോയിന്റ് ആയിട്ടാണ് ഇന്റലിജന്റ് ഇന്റർനെറ്റ് ഓഫ് തിങ്സിന്റെ സെൻസർ ഡെവലപ്മെന്റിനുള്ള സെന്റർ സിമാറ്റും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും കൂടെ സംയുക്തമായിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ ഇലക്ട്രോണിക് മേഖലയിൽ ഇതുപോലെയുള്ള കമ്പോണന്റ് മാനുഫാക്ചറിങ്ങിനുള്ള പുതിയ തലങ്ങൾ കൊണ്ടുവരിക എന്നത് ഒരു ആസ്പെക്ട് ആണ്. രണ്ടാമത്തത് മേക്കർ വില്ലേജ് ഈസ് അണ്ടർ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി.
സോ മേക്കർ വില്ലേജിനെ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോണിക് ഹാർഡ്വെയറിൽ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരിക എന്നതും ഈസ് ഓൾസോ അനദർ ഏരിയ വേർ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റീസ് ലുക്കിംഗ്. ഡിജിറ്റൽ ഓണ്ടർപ്രണർഷിപ്പിന് വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻ ആസ്പെക്ട്സ്, ട്രാൻസ്ലേഷണൽ റിസർച്ച്, അതായത് ഇന്ന് നമ്മുടെ പല യൂണിവേഴ്സിറ്റികളിലുള്ള റിസർച്ചിനെ എങ്ങനെ നമുക്ക് ടെക്നോളജി എനേബിൾ ചെയ്ത് സ്റ്റാർട്ടപ്പുകളിലേക്ക് എത്തിക്കാം എന്നത്, ഇതൊക്കെയാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. Okay, fine. Thank you very much for patient listening. Sorry that I could not spend too much of time with you. I wish you all the very best for a very great FTP for the next 1 week. Thank you. Thank you, sir. Thank you, sir. Dear participants, we will be forwarding these questions to other resource persons, and we hope you will get the answers in the coming sessions. Feedback link is posted in the chat box. All are requested to complete it without fail. Our first session is officially concluded, and along with this feedback, your attendance will be taken. We will join you at 1:20. We have two speakers, Sri Ashok Kurian P and Mr. Riyaz Muhammad. Thank you, dear participants, for your cooperation. We will get back to you at 1:20. Thank you so much.